ചാവോ കൊമേസ്തായ്. ഞാൻ ഇന്ന് പോകുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നാട്ടിലുണ്ടല്ലോ ഞാൻ അമ്മ അടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടിയിൽ പോകാനുള്ള ദൂരത്തിലുള്ള കടയ്ക്ക് ഞാൻ പോകാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ അത് തൊട്ടടുത്തുള്ള കടയാണെങ്കിലും ഞാൻ സ്കൂട്ടിയിലേ പോകുള്ളൂ. എനിക്ക് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണെങ്കിലും എങ്ങോട്ടാണ് പോണേ എന്തിനാണ് പോണേ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര സ്ട്രെസ്സ് തരുന്ന ഒരു പരിപാടിയാണ്. 2020 മുതൽ ഗവൺമെൻറ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും മറ്റും അതിനുശേഷം കൊറോണയും എല്ലാം വന്നപ്പോൾ ഫുൾ ടൈം റൂമിലിരുന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കുറേ ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കെട്ടും കിടക്കൊക്കെ എടുത്ത് അബ്രോഡ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് ഗ്രോസറി ഷോപ്പിംഗ്. എനിക്ക് ആരും വീട്ടിൽ കൊണ്ടുവന്ന് തരില്ലല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരുവിധം എല്ലാ ദിവസവും ഞാൻ പോയിട്ട് ഗ്രോസറി ഷോപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ പിന്നെ എന്താ എനിക്ക് പറ്റാത്തത്, പിന്നെ ഇവിടെ കിലോമീറ്ററോളം നടന്ന് ഞാൻ ഷോപ്പിങ്ങിനും പോയിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിക്കാൻ പാടില്ല. എല്ലാവരും അവരവരുടെ കാര്യം മൈൻഡ് ചെയ്യുന്ന ഒരു നാടായതുകൊണ്ട് ആരും എൻ്റെ അടുത്തൊന്നും ചോദിക്കാറില്ല, എന്നെ ആരും നോക്കാറില്ല, ഞാൻ എന്താ ചെയ്യണമെന്ന് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു റിലീഫാണ്. അബ്രോഡ് വന്നപ്പോൾ ഉള്ള പൊങ്ങച്ച വർത്താനാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതേപോലെ കുറേ മനുഷ്യരുണ്ടാവും അധികം ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാണ്ട് പേടിച്ച് ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്, എനിക്കൊരു 20 വയസ്സ് വരെ മറ്റും ഞാൻ അത്യാവശ്യം നല്ലപോലെ സംസാരിച്ചിരുന്ന, എല്ലാവരോടും അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ സാഹചര്യങ്ങളും ലൈഫിലത്തെ കുറേ കാര്യങ്ങളൊക്കെ എന്നെ ഇങ്ങനെയൊക്കെ മാറ്റി. പക്ഷേ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില നേരത്ത് എനിക്കൊരു ഫോമോ മറ്റും അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഇപ്പോൾ 26 വയസ്സായി, ഇനി 27ലേക്ക് കടക്കുകയാണ്. എന്നെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കണം. കുറച്ചുകൂടി ആൾക്കാരോടൊക്കെ സംസാരിച്ച് നല്ലപോലെ ആവാൻ വേണ്ടിയിട്ട്. ചില നേരത്ത് ഈ ഒരു ഒറ്റപ്പെടൽ സന്തോഷമാണെങ്കിലും ഭൂരിപക്ഷം നേരത്തും എനിക്ക് ഭയങ്കര സങ്കടം തന്നെയാണ് ഒറ്റയ്ക്ക് ആവുന്നതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അറിവിതേർച്ചി.